നല്ലത് മോനെ. എന്താ നിങ്ങളെ ഹാല്? മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടോ എപ്പോഴും? മരുന്നും ഗുളികയൊക്കെ എപ്പോഴും ഉണ്ട് മോനെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് വേണം. ആ അതെന്തോ ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട്, എന്തോ കിട്ടാൻ വേണ്ടിട്ടാണ്. അതിപ്പോ ഓനോടൊപ്പം എന്തെങ്കിലും ഇവരൊക്കെ ആ പഴയ ഇപ്പോഴും നിർത്തിയില്ലല്ലേ. നിങ്ങൾ കാര്യം ചെയ്യാൻ അമീർക്ക, ഇത് കയ്യിൽ വെക്കി. നിങ്ങൾ മരുന്നും ഗുളിയൊക്കെ വാങ്ങി. അതൊന്നും അത് സാരല്ല, ആ വെച്ചോളി നിങ്ങൾ. നമുക്കാണ് മൂപ്പരാ നിർത്തിയില്ലല്ലേ. അല്ലേ മൂപ്പര മോൻ നസീമേ, ഓൻ നല്ല മെച്ചത്തിലാണല്ലോ. ഓൻ ഓർമ്മ ഉണ്ടോ ബാപ്പ ഇങ്ങനെ കണ്ടോലോടൊക്കെ പൈസ വാങ്ങി നടത്തുന്നത്? ആ ചില ആൾക്കാർ അങ്ങനെയാണ്, ഒരു പഠിച്ചിങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കും. നസീമേ എന്റെ സുഹൃത്തല്ലേ, ഓനോട് ഈ കാര്യങ്ങൾ പറഞ്ഞോട്. കാരണം ഇപ്പോഴത്തെ അവന്റെ അവസ്ഥയിലേ ഇത് ഓനൊരു മോശമാണല്ലോ. നീ വന്നാൻ അറിഞ്ഞക്ക് ഇങ്ങോട്ട് വരാനൊരു ഗ്യാപ്പ് കിട്ടില്ല, പണിന്റെ തിരക്കായിട്ട്. വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി, പോകാനുമായി. 40 ദിവസമല്ലേ ലീവുള്ളൂ. വാപ്പായിട്ടാ പോണേ? പാപ്പ അങ്ങാടിയിലേക്ക് പോവുക എന്ന് പോവുക, പണ്ടുള്ള ശീലാണ്. അമേരിക്കാണ്ടാകലോ. വൈകുന്നേരമൊക്കെ പോയിട്ട് ഒരു കാലി കടിച്ച് അങ്ങനെ വരും. വാപ്പ പോയി. പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. അതെന്ത് കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമം തോന്നുന്നത്. ഇല്ലല്ല, പറയാം. ഞാനും ഷമീറും ബസ് സ്റ്റോപ്പിൽ ഇരിക്കും. അപ്പൊ നമ്മൾ അനു ഗൾഫിൽ നടക്കല്ലോ. അപ്പൊ അനുവായിട്ട് കണ്ട് വാപ്പന്തോ അങ്ങനെ പറഞ്ഞോണ്ടെന്നും ഞാൻ അതിനോടെന്തോ ഇല്ലായ്മ പറഞ്ഞു. ഞാൻ ഇപ്പൊ പൈസ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്നെ സംബന്ധിച്ച ആളുകളുടെ ഇടയിൽ ഒരു മോശമാണല്ലോ. അതാണ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞത്. എടോ, ചെറുപ്പകാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വാപ്പ ഞങ്ങളെ പോയിട്ട്. ശരിക്കും ഡോക്ടറെ അടുത്ത് പോകാൻ പോലും പൈസ ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ വരെ വകല്ല. ആ രീതിയിലായിരുന്നു ജീവിതം. പിന്നെ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം ക്യാഷൊക്കെ ആയി, ജോലിയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയതാണ്. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞ രീതിയിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അല്ല മീക, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് അങ്ങാടി പോയെന്നോ? മഴന്റെ ഒരു മട്ട് കാണുന്നുണ്ട്, കൊട എടുക്കാൻ മറന്നുപോയതാ. എന്നാലേ ഞാൻ അറിഞ്ഞട്ടെ, നീ വാപ്പനോടെ കാര്യം സജ്ജകൻ. അപ്പേ എന്താ മോനെ? പിന്നെ ഞാനൊരു സംഭവം കേട്ടു. നിങ്ങൾ പഴയ പോലെ ഈ സഹായങ്ങളൊക്കെ ആൾക്കാരോട് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു. ഈ വീട് തന്നെ നിങ്ങളെ പേരിലാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ടുള്ളൊരു വിഷമം തോന്നും. മോനെ, ഈ ചതി പാപ്പക്ക് പറ്റിപ്പോ നിന്റെ മോന് പേരുദോഷം വരുന്നതൊന്നും ചെയ്യൂല. സാരല്ലോ, ഞാൻ ആ സംഭവം കേട്ടപ്പം പറഞ്ഞു പോയതാണ്. ചെറുപ്പകാലത്ത് നിങ്ങളെങ്ങനെ വളർത്തിയെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ നമ്മൾ ഇപ്പോൾ ആ നിലയിലല്ലല്ലോ. അതുകൊണ്ട് തോന്നിയത് വിഷമം. മോനെ, ഇന്ന് മോന് വിഷമാകും. ചെയ്യൂലപ്പോ